إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ ആദരണീയരായ വിശ്വാസിനികളെ, നാം ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്ത് പല രൂപത്തിലുള്ള തിന്മകളും മനുഷ്യർ ചെയ്യാറുണ്ട്. വ്യഭിചാരവും കൊലപാതകവും മോഷണവും പിടിച്ചുപറിയും തുടങ്ങി ലഹരി ഉപയോഗം, സ്വവർഗരതി തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത തിന്മകൾ ഈ ലോകത്ത് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ ഒരാൾ ചെയ്യുന്ന പാപങ്ങളിൽ ഏറ്റവും ഗൗരവമേറിയ പാപമേതാണ് എന്ന് ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർക്കുക എന്നതാണ് ഏറ്റവും വലിയ പാപം എന്നതാണ് അതിൻ്റെ മറുപടി. ഈ ചോദ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരിട്ടപ്പോൾ അയ്യുദ്ദംബി അളം, അള്ളാന്റെ അടുക്കൽ ഏറ്റവും ഗൗരവമേറിയ പാപമേതാണ് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത് അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, നിന്നെ സൃഷ്ടിച്ചത് അല്ലാഹുവാണെന്നിരിക്കെ നീ അവന് പങ്കാളിയെ നിശ്ചയിക്കലാകുന്നു എന്നാണ്.
ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി സമൂഹത്തെ ഉണർത്തിയത് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിൻ്റെ ഗൗരവത്തെ സംബന്ധിച്ചാണ്. അല്ലാഹുല്ലദീ ഖലഖക്കും, അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. സുമ്മ റസഖക്കും, പിന്നീട് നിങ്ങൾക്കുള്ള ഉപജീവനം നൽകിയതും അവനാണ്. സുമ്മ യുമീതുക്കും, പിന്നെ നിങ്ങളെ മരിപ്പിക്കുന്നതും അള്ളാഹു തന്നെയാണ്. സുമ്മ യുഹീക്കും, മരണത്തിന് ശേഷം നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനും അള്ളാഹുവാണ്. ഹൽ മിൻ ശുറകാഇകും മൻ യഫ്അലു മിൻ ദാലികും മിൻ ഷൈ, അതിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പങ്കു ചേർക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും ചെയ്യുമോ? സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ, അവർ പങ്കു ചേർക്കുന്നതിൽ നിന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അധീനനായിരിക്കുന്നു എന്ന് സൂറത്തുർ റൂമിൻ്റെ 40-ാമത്തെ ആയത്തിൽ അല്ലാഹു നമ്മെ അറിയിക്കുന്നുണ്ട്. ഏറ്റവും ഗൗരവമുള്ള ശിർക്കിനെ പറ്റിയാണ് നാം ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യേണ്ടത്. ശിർക്കിന് ഒരുപാട് അപകടങ്ങളുണ്ട്. അതിൽപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. ഒരാൾ ശിർക്ക് ചെയ്യുന്നുവെങ്കിൽ അവൻ ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. വമൻ യുശ്രിക് ബില്ലാഹ് ഫകഅന്നമാ ഖറ മിനസ് സമാ, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നുവെങ്കിൽ അവൻ ആകാശത്ത് നിന്ന് വീണവനെ പോലെയാകുന്നു. ഫതഖ്തുഫുഹു അത്വയ്റു ഔ തഹവീ ബിഹി الرീഹു ഫീ മകാനിൻ സഹീഖ്, അങ്ങനെ പക്ഷികൾ അവനെ റാഞ്ചിയെടുക്കുന്നു, അല്ലെങ്കിൽ കാറ്റ് വിദൂരമായ ദിക്കിലേക്ക് അവനെ കൊണ്ടുപോയി തള്ളുന്നു. ഇതുപോലെയാണ് ശിർക്ക് ചെയ്യുന്നവർ. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രം നൽകേണ്ട ഇബാദത്തിന്റെ ഏതെങ്കിലും ഒരു അംശം, അള്ളാഹ്ക്കുള്ള ഏതെങ്കിലും ഒരു വിശേഷണം, അതൊക്കെ അള്ളാഹിന്റെ പടപ്പുകൾക്ക് ചാർത്തി കൊടുക്കുമ്പോൾ പിന്നീട് ഈ പടപ്പുകൾ തന്നെ പടച്ചോനാണ് എന്ന് പറയുന്ന ഏറ്റവും മാരകമായ അവസ്ഥയിലേക്ക് അവരെത്തിപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ അവരോട് ചോദിക്കുന്നത് എന്ന് ആദ്യം പറയും. പിന്നീട് അതിങ്ങനെ വർദ്ധിച്ച് അവസാനം പറയും, ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കാനുള്ള കഴിവ് അല്ലാഹ് ഇവർക്ക് കൊടുത്തിട്ടുണ്ട് എന്ന രൂപത്തിൽ വരെ അവരെത്തും. ശിർക്ക് ചെയ്താൽ അവൻ ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണ്. മാത്രവുമല്ല, അള്ളാഹിന്റെ സൃഷ്ടികളിൽ ഏറ്റവും മോശം സൃഷ്ടികളാണ് ശിർക്ക് ചെയ്യുന്നവർ. അല്ലാഹു തആല പറയുകയാണ്, ഇന്നല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന ഫീ നാരി ജഹന്നം ഖാലിദീന ഫീഹാ, തീർച്ചയായും വേദക്കാരിലും ബഹുദൈവ വിശ്വാസികളിലും പെട്ട സത്യനിഷേധികൾ അവർ നരകാഗ്നിയിലാകുന്നു, അവരതിൽ നിത്യവാസികളായിരിക്കും. ഉലൈക ഹും ശർറുൽ ബരിയ, അള്ളാഹിന്റെ പടപ്പുകളിൽ ഏറ്റവും മോശപ്പെട്ടവർ അവരാകുന്നു. ഈ ലോകത്ത് ഒരുപാട് സൃഷ്ടികളുണ്ട്. എന്നാൽ ശിർക്ക് ചെയ്യുന്ന മനുഷ്യർ, ശിർക്ക് ചെയ്യുന്ന ജിന്നുകൾ, ഇവരൊക്കെ ലോകത്ത് ഏറ്റവും മോശം സൃഷ്ടികളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റ് ജീവികളൊന്നും അള്ളാഹുൽ പങ്കു ചേർക്കുന്നില്ല. എല്ലാവരും അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ രൂപം നമുക്കറിയണമെന്നില്ല. ഏറ്റവും മോശം ആളുകൾ ശിർക്ക് ചെയ്യുന്നവരാണ്. മാത്രവുമല്ല, ശിർക്ക് ചെയ്യുന്നവരെ പറ്റി അള്ളാഹ് പറഞ്ഞത് അവർ നജസാകുന്നു എന്നാണ്. അവരെത്ര വൃത്തിയുള്ള ഡ്രസ്സ് ധരിച്ചിട്ടും കാര്യമില്ല, എത്ര കുളിച്ച് ശുദ്ധിയായിട്ടും കാര്യമില്ല, അവരുടെ മനസ്സിൽ നജസുണ്ട്. അവർ ഇബാദത്ത് ചെയ്താൽ ആ ഇബാദത്ത് സ്വീകരിക്കുകയില്ല. അതിനർത്ഥം ശിർക്ക് ചെയ്യുന്നവരെ തൊടാൻ പറ്റൂല, അവരെ തൊട്ടാ പിന്നെ കൈ കഴുകണം എന്ന രൂപത്തിലുള്ളതല്ല. മറിച്ച് അവർ ആന്തരികമായി അശുദ്ധരാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ മുശ്രികൂന നജസുൻ, സത്യവിശ്വാസികളെ, ഇന്നമൽ മുശ്രികൂന നജസുൻ, ബഹുദൈവ വിശ്വാസികൾ
അശുദ്ധർ തന്നെയാകുന്നു. ആരാ ബഹുദൈവ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ? അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ടത് അള്ളാഹിൻ്റെ ഏതെങ്കിലും ഒരു പടപ്പിന് നൽകിയാൽ അവൻ ഇസ്ലാമിൻ്റെ വൃത്തത്തിൽ നിന്ന് പുറത്താണ്. അവരെ പറ്റിയാണ് ഈ നജസ് എന്ന് പറയുന്നത്. അള്ള കേൾക്കും പോലെ ഇന്ന വലിയും കേൾക്കും എന്നൊരാൾ വിശ്വസിച്ചാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് ഔട്ടായി. പിന്നെ അവൻ്റെ ഇബാദത്ത് അള്ള സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് വളരെ ഗൗരവമുള്ള വിഷയമാണിത്. സൂറത്തു തൗബയിലെ 28-ാമത്തെ ആയത്താണ്. ഇനി ശിർക്ക് ചെയ്യുന്ന ആളുകൾ അവർ ആരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ ഈ പ്രാർത്ഥിക്കപ്പെടുന്നവർ പരലോകത്ത് വെച്ച് അവർക്കെതിരെ തിരിയും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഉദാഹരണത്തിന് ഈസാ അലൈഹിസ്സലാമിനെ വിളിച്ച് ആരാധിക്കുന്ന ഈസാ നബിയോട് പ്രാർത്ഥിക്കുന്ന ആളുകൾക്കെതിരെ ഈസാ നബി അലൈഹിസ്സലാം പരലോകത്ത് തിരിയും. മലക്കുകളെ ആരാധിക്കുന്നവർക്കെതിരെ മലക്കുകൾ പരലോകത്ത് തിരിയും. വിശുദ്ധ ഖുർആൻ ആ കാര്യങ്ങളൊക്കെ നമ്മെ അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു പറയുകയാണ്, ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅകും, നിങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. വലൗ സമിഉ മസ്തജാബു ലക്കും, ഇനി കേട്ടു എന്ന് സങ്കൽപ്പിച്ചാലും അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുകയുമില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും, ഖിയാമത്ത് നാളിൽ നിങ്ങൾ ചെയ്ത ശിർക്കിനെ അവർ നിഷേധിക്കുന്നതാകുന്നു. വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, സൂക്ഷ്മജ്ഞാനിയായ അള്ളാഹുവിനെ പോലെ നിനക്ക് വിവരം പറഞ്ഞു തരാനായി മറ്റാരും തന്നെയില്ല. സൂറത്തു ഫാത്തിറിന്റെ 14-ാമത്തെ ആയത്താണ്. അതുപോലെ തന്നെ സൂറത്തു അൽ അഹ്ഖാഫിന്റെ 5-6 ആയത്തുകളിൽ കാണാം, വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ തനിക്ക് ഉത്തരം ചെയ്യാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെക്കാൾ വഴിപിയച്ചവൻ ആരുണ്ട്? അപ്പൊ ഏറ്റവും വലിയ വഴിപിയവൻ എന്താണ്? അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കലാണ്. വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ, ഈ പ്രാർത്ഥിക്കപ്പെടുന്നവരാകട്ടെ ഇവരുടെ പ്രാർത്ഥനയെപ്പറ്റി അശ്രദ്ധരാകുന്നു. മൊയ്തീൻ ഷെയ്ഖെ കാക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ഒരാളെ സംബന്ധിച്ച് പോലും മൊയ്തീൻ ഷെയ്ഖിനെ അറിയുകയില്ല. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മറമാടപ്പെട്ട ആളാണ് അദ്ദേഹം. ഇവരെപ്പറ്റി യാതൊന്നും അറിയുകയില്ല. മനുഷ്യരെയെല്ലാം ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന മഹ്ശറിൽ വെച്ച് ഈ പ്രാർത്ഥിക്കപ്പെട്ടവർ പ്രാർത്ഥിച്ചവരുടെ ശത്രുക്കളായിരിക്കും. അള്ളാന്റെ കോടതിയിൽ നിഷേധിക്കും, റബ്ബേ ഇവര് ഞങ്ങളെ ആരാധിച്ചത് ഞങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞ് ഇവർക്കെതിരെ തിരിയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നു. അടുത്തൊരു വിഷയം, ശിർക്ക് ചെയ്തവരുടെ മുഴുവൻ കർമ്മങ്ങളും ബാത്തിലാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കും. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ്റെ ആയുസ്സിൽ മുഴുവനും നന്മകൾ ചെയ്ത് എന്നാൽ മരിക്കുന്നതിൻ്റെ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് അയാൾ ശിർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും കാലം അയാൾ പ്രവർത്തിച്ച കർമ്മങ്ങളൊക്കെ ബാത്തിലാകും. അതുകൊണ്ടാണ് നമ്മളിത് ഗൗരവമായിട്ട് പറയുന്നത്. നബിമാര് പോലും മക്കളോട് ഈ വിഷയം ഗൗരവമായിട്ട് പറഞ്ഞു. ലാ തുശ്രിക് ബില്ലാ ഇന്ന ശിർക ലദുൽമുൻ അലീം എന്ന് ലുക്മാൻ അലൈഹിസ്സലാം തന്റെ മകനോട് പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും യാക്കൂബ് അലൈഹിസ്സലാമും മക്കളെ വിളിച്ച് പ്രത്യേകമായി ശിർക്കിന്റെ ഗൗരവത്തെപ്പറ്റി ഉണർത്തി. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന തന്നെ വജ്നുബിനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, അല്ലാഹുവേ എന്നെയും എൻ്റെ മക്കളെയും വിഗ്രഹാരാധനയിൽ നിന്ന് കാത്തുരക്ഷിക്കണേ എന്നാണ്. കറുത്ത പാറയുടെ മുകളിലൂടെ കൂരാക്കൂരിട്ടുള്ള രാത്രിയിൽ ഒരു കറുത്ത ഉറുമ്പ് കടന്നു വരുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കാത്തതുപോലെ വളരെ ഗോപ്യമായി നമ്മുടെ വിശ്വാസത്തിലേക്കും മറ്റും ശിർക്ക് അരിച്ചു കയറാമെന്ന് ഗൗരവമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ശിർക്ക് ചെയ്തവരുടെ കർമ്മങ്ങളൊക്കെ ബാത്തിലാ. സൂറത്തുൽ അൻആമിൽ ഒരുപാട് നബിമാരുടെ പേര് പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയാണ്, വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, അവരെങ്ങാനും അല്ലാഹുവിൽ പങ്കു ചേർത്തിരുന്നുവെങ്കിൽ അവർ പ്രവർത്തിച്ചതെല്ലാം ബാത്തിലാകുമായിരുന്നു. സൂറത്തുൽ അൻആമിന്റെ 88-ാമത്തെ ആയത്താണ്. സൂറത്തു സുമറിന്റെ 65-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം,
വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക്. നബിയെ, താങ്കൾക്ക് നാം വഹി നൽകിയതും താങ്കൾക്ക് മുമ്പുള്ള പ്രവാചകന്മാർക്കും നാം വഹി നൽകിയതും ഈ കാര്യമാകുന്നു. ഏതാണ് കാര്യം? ലഇൻ അശ്റക്ത, താങ്കളെങ്ങാനും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ ലയഹ്ബതന്ന അമലുക്, താങ്കളുടെ അമൽ ബാത്തിലാവുക തന്നെ ചെയ്യും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, താങ്കൾ നഷ്ടക്കാരിൽ ഉൾപ്പെടുകയും ചെയ്യും. ശിർക്ക് ചെയ്താൽ അമൽ ബാത്തിലാണ്. അതാകുന്നു ഏറ്റവും വലിയ നഷ്ടമെന്ന് പറയുന്നത്. ഇനി ഒരു മനുഷ്യൻ മുശ്രിക്കായിട്ടാണ് മരണപ്പെടുന്നതെങ്കിൽ മറ്റുള്ളവർ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അള്ളാഹ് അത് സ്വീകരിക്കുകയില്ല. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ അബൂ ത്വാലിബ് ശിർക്ക് ചെയ്തവനായിക്കൊണ്ട് മരിച്ചയാളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തേട്ടം അയാൾക്ക് ഉപകരിക്കുകയില്ല. ഇബ്രാഹിം നബിയുടെ ഉപ്പ ആസർ, ആ ആസറിന് വേണ്ടി ഇബ്രാഹിം അലൈഹിസ്സലാം ഞാൻ ഇസ്തിഗ്ഫാർ തേടുമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹ് അത് വിലക്കിയിട്ടുണ്ടെങ്കിൽ മുശ്രിക്കുകൾക്ക് വേണ്ടി മറ്റുള്ളവരെ പ്രാർത്ഥിച്ചതുകൊണ്ടോ നിസ്കരിച്ചതുകൊണ്ടോ ഒന്നും യാതൊരു കാര്യവുമില്ല. അല്ലാഹു തആല പറയാണ്, മാ കാന ലിന്നബിയ്യി വല്ലദീന ആമനൂ, സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ വിശ്വാസികൾക്കോ പാടില്ല തന്നെ അയ്യസ്തഗ്ഫിറൂ ലിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടാൻ. വലൗ കാനൂ ഉലി ഖുർബ, അവർ എത്ര അടുത്ത ആളുകളാണെങ്കിൽ പോലും. മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം, അവർ നരകാവകാശികളാണെന്ന് വ്യക്തമായതിനു ശേഷം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സമൂഹത്തിൽ മുസ്ലിങ്ങളായി ജീവിക്കുന്ന ആളുകൾ, അവരെ നമ്മൾ പൊതുവെ മുസ്ലിമായി തന്നെയാണ് പരിഗണിക്കേണ്ടത്. ഓരോ മനുഷ്യൻ്റെയും മയ്യത്ത് സ്കരിക്കുമ്പോൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അയാൾ ശിർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കോ എന്നിങ്ങനെ ആലോചിച്ച് മാറി നിൽക്കണമെന്നല്ല പറയുന്നത്. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ശിർക്ക് കടന്നു വരുന്നുവെങ്കിൽ എത്ര ആളുകൾ നമുക്ക് വേണ്ടി മയ്യത്ത് സ്കരിച്ചാലും അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല എന്നാണ് പറയാനാണ്. നമ്മൾ മുഅ്മിനാണെങ്കിലുണ്ടല്ലോ, എല്ലാ വിശ്വാസികളും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമുക്കതിൻ്റെ ഉപകാരം കിട്ടിക്കൊണ്ടേയിരിക്കും. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്നൊരാൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും മരിച്ചവരാണെങ്കിലും ഒക്കെ നമ്മൾ യഥാർത്ഥ മുഅ്മിനാണെങ്കിൽ നമുക്കതിൻ്റെ വിഹിതം കിട്ടിക്കൊണ്ടേയിരിക്കും. മുഅ്മിനല്ലെങ്കിൽ എത്ര ആളുകളെ പ്രാർത്ഥിച്ചത് കൊണ്ടും കാര്യമില്ല. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോലെ അല്ലാഹ് പറഞ്ഞത്, മുനാഫിക്കുകൾക്ക് വേണ്ടി 70 തവണ നീ ഇസ്തിഗ്ഫാർ തേടിയാലും അല്ലാഹ് അത് സ്വീകരിക്കൂല എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ കുടുംബക്കാരും ബന്ധുക്കളും സുഹൃത്തുക്കളും എത്ര നല്ലവരായിട്ടും കാര്യമില്ല, നമ്മൾ തൗഹീദിന്റെ വക്താക്കളായിരിക്കണം. ഇനി ശിർക്ക് ചെയ്യുന്നവർക്ക് അല്ലാഹ് പുറത്തു കൊടുക്കുകയില്ല. അങ്ങനെ പറഞ്ഞ എന്താ അർത്ഥം? ശിർക്ക് ചെയ്ത ഒരു വ്യക്തി ആ ശിർക്ക് ചെയ്തവനായി മരണപ്പെടുകയാണെങ്കിൽ അയാൾക്ക് അല്ലാഹ് പുറത്തു കൊടുക്കൂല, തൗബയില്ലാതെ പുറത്തു കൊടുക്കുകയില്ല. എന്നാൽ ശിർക്ക് ചെയ്ത ആളുകൾ അതൊക്കെ ഉപേക്ഷിച്ച് തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ പുറത്തു കൊടുക്കും. എത്രയോ ആളുകൾ ശിർക്കൻ വിശ്വാസങ്ങളിൽ നിന്ന് തൗഹീദിന്റെ പാതയിലേക്ക് കടന്നു വരുന്നുണ്ട്. അതല്ല ഉദ്ദേശിച്ചത്. മറിച്ച് ശിർക്കിലായിക്കൊണ്ടൊരാൾ മരണപ്പെടുകയാണെങ്കിൽ, മരണത്തിന് മുമ്പ് ഒരു മുശ്രിക് ശിർക്ക് ചെയ്യുന്ന വ്യക്തി തൗബ ചെയ്തിട്ടില്ലെങ്കിൽ അല്ലാഹ് അയാൾക്കത് പുറത്തു കൊടുക്കുകയില്ല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അല്ലാഹു അവനിൽ പങ്കു ചേർക്കുന്നത് ഒരിക്കലും പൊറുക്കുകയില്ല. മറ്റുള്ള പാപങ്ങൾ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും. വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഇഫ്തറാ ഇസ്മൻ അളീമ, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നുവെങ്കിൽ അവൻ ഗുരുതരമായ കുറ്റകൃത്യമാണ് ചമച്ചുണ്ടാക്കിയിരിക്കുന്നത് എന്നാണ്. സൂറത്തു നിസാഇന്റെ 48-ാമത്തെ ആയത്ത്. സൂറത്തു നിസായിലെ തന്നെ 116-ാമത്തെ ആയത്തിൽ കാണാം, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, തന്നോട് പങ്കു ചേർക്കുന്നത് അല്ലാഹു ഒരിക്കലും പൊറുക്കുകയില്ല, അതൊഴിച്ചുള്ളതെല്ലാം അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുന്നതാണ്. വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ളല്ല ളലാലൻ ബഈദാ, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നുവെങ്കിൽ അവൻ വിദൂരമായ
വഴിപിയവിലാകുന്നു എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ശിർക്കിൻ്റെ ഗൗരവം കൃത്യമായ രൂപത്തിൽ നമ്മൾ ഉൾക്കൊള്ളുകയും അതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് രക്ഷ തേടുകയും അതിൻ്റെ വഴികളെ, അതിൻ്റെ വക്താക്കളെ കരുതിയിരിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് ലഭിക്കുകയില്ല. പലപ്പോഴും പല ആളുകളും അല്ലാഹു അല്ലാത്തവരെ പങ്കു ചേർക്കാനുള്ള കാരണം തന്നെ ഈ ഔലിയാക്കളുടെയും അല്ലെങ്കിൽ പ്രവാചകന്മാരുടെയും ഒക്കെ ശഫാഅത്ത് പരലോകത്ത് ലഭിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അല്ലാഹുവിൽ പങ്കു ചേർത്തവർക്ക് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് ലഭിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബ. ഓരോ പ്രവാചകനും ഉത്തരം ലഭിക്കുന്ന ഓരോ പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഫതഅജ്ജല കുല്ലു നബിയ്യിൻ ദഅവതഹു. അങ്ങനെ മറ്റെല്ലാ പ്രവാചകന്മാരും ദുനിയാവിൽ വെച്ച് തന്നെ ആ പ്രാർത്ഥന മുൻകൂട്ടി നിർവഹിച്ചു കഴിഞ്ഞു. ഓരോ പ്രവാചകന്മാർക്കും ഉറപ്പായിട്ട് ഉത്തരം കിട്ടുന്നൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. അവരൊക്കെ അത് മുൻകൂട്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. എന്നാൽ ഇന്നിഖ്തബഅതു ദഅവതി ശഫാഅത്തൻ ലി ഉമ്മത്തി യൗമൽ ഖിയാമ. ഞാൻ എൻ്റെ ആ പ്രാർത്ഥന അന്ത്യദിനത്തിൽ എൻ്റെ സമുദായത്തിൻ്റെ ശുപാർശക്കായി സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. ഫഹിയ നായിലത്തുൻ ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അത് ലഭിക്കുന്നതാണ്. ആർക്ക്? മൻ മാത മിൻ ഉമ്മത്തി ലാ യുശ്രികു ബില്ലാഹി ശൈആ. എൻ്റെ ഉമ്മത്തിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാത്തവർക്ക് ലഭിക്കുന്നതാകുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാണ്. പരലോകത്ത് വെച്ച് അല്ലാഹു തആല ചോദിക്കും, ഓരോരുത്തരും എന്തിനൊക്കെ ആരാധിച്ചു എന്ന്. എന്നിട്ട് അവിടെ പോകാൻ പറയും. അവിടെ പോയി പ്രതിഫലം അന്വേഷിക്കാൻ വേണ്ടി പറയും. വിശ്വാസികൾ അവർക്ക് പ്രത്യേകമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പരിഗണന നൽകും. അല്ലാഹു അല്ലാത്തവരെ ആരാധിച്ചവരെ ആ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് വിശുദ്ധ ഖുർആനും പ്രവാചകധ്യാപനങ്ങളും നമ്മെ അറിയിക്കുന്നുണ്ട്. ശിർക്ക് ചെയ്യുന്നവർക്ക് സ്വർഗം നിഷിദ്ധാണ്. ഒരിക്കലും അവർ സ്വർഗത്ത് പ്രവേശിക്കൂല. മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ അവന് സ്വർഗം നിഷിദ്ധമാണ്. ഒരിക്കലും അയാൾക്ക് സ്വർഗത്ത് പോവാൻ കഴിയില്ല. നരകത്തിന് ഏറ്റവും അവസാനം പുറത്തെടുക്കുന്ന വ്യക്തിയുണ്ട്. അയാൾക്ക് തൗഹീദുള്ളത് കൊണ്ടാണ് അയാൾക്ക് നരകത്തിന് പുറത്തു വരാൻ കഴിയുന്നത്. പിന്നെ നരകം ക്ലോസ് ചെയ്യും. ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പ്രിയമുള്ളവരെ ഒരിക്കലും എത്ര നന്മ ചെയ്തും കാര്യമില്ല, അല്ലാഹ് അത് സ്വീകരിക്കൂല. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ എന്നൊക്കെ പറഞ്ഞല്ലോ. ആരെങ്കിലും അണുത്തൂക്കം നന്മ ചെയ്താൽ അതവിടെ കാണുമെന്ന് പറയുമ്പോൾ അത് മുഅ്മിനീങ്ങളെ പറ്റി പറഞ്ഞതാണ്. നിഷേധികൾ എത്ര പ്രവർത്തിച്ചിട്ടും കാര്യമില്ല. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. വമഅവാഹുന്നാർ. ശിർക്ക് ചെയ്യുന്നവരുടെ സങ്കേതം നരകമാണ്. വമാ ലിൽളാലിമീന മിൻ അൻസാർ. അക്രമികൾക്ക് സഹായികളായി ആരും തന്നെ ഇല്ല. നബി പറഞ്ഞല്ലോ, മൻ മാത യുശ്രികു ബില്ലാഹി ശൈഅൻ ദഖലന്നാർ. അല്ലാഹുവിൽ വല്ലതിനെയും പങ്കു ചേർത്തുകൊണ്ട് ആരെങ്കിലും മരണപ്പെട്ടാൽ അവൻ നരകത്തിലാണ്. അതുകൊണ്ടാണ് വിശ്വാസികളെ പറ്റി അല്ലാഹ് പറഞ്ഞത്, വല്ലദീനഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ. അവർ റബ്ബിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാത്ത ആളുകളാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹ് പ്രഖ്യാപിക്കാൻ പറഞ്ഞത് എന്താണ്? ഖുൽ, നബിയെ പ്രഖ്യാപിക്കുക,
ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ, ഞാൻ അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കുകയില്ല. അങ്ങനെ മുവഹിദുകളായി ശിർക്ക് ചെയ്യാത്ത യഥാർത്ഥ ലാ ഇലാഹ ഇല്ലല്ലയുടെ വക്താക്കളായിക്കൊണ്ട് മരണപ്പെട്ടാൽ പിന്നെ പ്രിയമുള്ളവരെ, പിന്നെ എല്ലാം എളുപ്പമാണ്, സന്തോഷമാണ്. എന്നാൽ ശിർക്ക് ചെയ്യുന്നവരായിട്ടാണ് നമ്മൾ മരണപ്പെടുന്നെങ്കിൽ പിന്നെ എല്ലാം പ്രയാസമായിരിക്കും. ചില സ്വഹാബിമാരൊക്കെ ഏതാനും ചില നിമിഷങ്ങൾ, ചില മിനിറ്റുകൾ മാത്രമാണ് ഇസ്ലാമിൽ ജീവിച്ചത്. അവർ അമലുകളൊന്നും അധികം ചെയ്തിട്ടില്ല, പക്ഷേ അവർ സ്വർഗത്തിലെ. കാരണം എന്താണ്? അവർ തൗഹീദ് സ്വീകരിച്ചു, യുദ്ധത്തിലേക്ക് ഇറങ്ങി, കൊല്ലപ്പെട്ടു, ഷഹീദായി, പിന്നെ അവർക്ക് സ്വർഗ. മൂസ അലൈഹിസ്സലാമിനെ തോൽപ്പിക്കാൻ വേണ്ടി ഫിർഔൻ വിളിച്ചു വരുത്തിയ സാഹിർമാർ, അതുവരെ അവർ മുശ്രിക്കുകളായിരുന്നു. പക്ഷേ അവർക്ക് കൃത്യമായി ആ മുഅ്ജിസത്ത് കണ്ടപ്പോൾ ഇത് ഭൗതികമായൊരു കാര്യമല്ല, ഇത് അഭൗതികമായ കാര്യമാണ്, അള്ളാഹുവിൽ നിന്നുള്ള ദൃഷ്ടാന്തമാണ്, ഇത് സിഹറല്ല എന്ന് ബോധ്യപ്പെട്ട് മൂസ അലൈഹിസ്സലാമിൽ വിശ്വസിച്ച് വിശ്വാസം പ്രഖ്യാപിച്ച് പിന്നെ അവർ അവിടെ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത് ഫിർഔന്റെ കരങ്ങളാൽ. അവർക്ക് സ്വർഗാണ്. കാരണം എന്താ? അവർ തൗഹീദ് സ്വീകരിച്ചത് കൊണ്ടാണ് ആ സ്വർഗം ലഭിക്കുന്നത്. പ്രിയമുള്ളവർ, അതുകൊണ്ട് നമ്മുടെ വിശ്വാസം കൃത്യമാക്കുക, ശിർക്കില്ലാത്ത ഈമാനിന്റെ വക്താക്കളായി നമ്മൾ മാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുവഹിദുകളായി മരണം വരിക്കുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു നമുക്കെല്ലാം പുറത്തു മാപ്പാക്കി പെരുമാറാവട്ടെ. നമ്മുടെ പല സഹോദരങ്ങളും രോഗികളാണ്, പലരും പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു താല അവർക്കെല്ലാം സമ്പൂർണമായ ഷിഫാഇനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മരണപ്പെട്ടു പോയ സഹോദരങ്ങൾക്ക് അള്ളാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. മക്കളെ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. കുടുംബരംഗത്തും അതുപോലെ തന്നെ സാമ്പത്തികമായും ഒക്കെ ബുദ്ധിമുട്ടനുഭവിക്കുന്നവരുണ്ട്. അള്ളാഹു തആല അവർക്കെല്ലാം പ്രയാസങ്ങളിൽ നിന്ന് സമ്പൂർണമായ മോചനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്നിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബി ഇർഹംഹുമാ കമാ റബ്ബയാനാ സിഗാറാ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل الشرك والمشركين وأذل الشرك والمشركين. آمين آمين برحمتك يا أرحم الراحمين. صلى الله على محمد وعلى آل محمد والحمد لله رب العالمين.